السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തുമ്മയായ ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹയുടെ ആ സംഭവ ബഹുലമായ ചരിത്രമാണ് നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കുന്നത്. ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾക്കും ഹലീമ ബീബി റളിയല്ലാഹു അൻഹയെ മറക്കാൻ കഴിയില്ല. ആ ചരിത്രം നമ്മൾ ചിലപ്പോൾ പൂർണ്ണമായി കേട്ടിട്ടുണ്ടാവുകയില്ല, ചിലർ കേട്ടിട്ടുണ്ടാകും. എന്നാൽ വിശാലമായ രൂപത്തിൽ മഹദിയായ ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ വന്ന് മുലപ്പാൽ നൽകി വളർത്താൻ വേണ്ടി കൊണ്ടുപോയ ആ ചരിത്രം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. എല്ലാവരും അത് പൂർണ്ണമായും കേൾക്കണമെന്ന് ആദ്യമായി നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം നമ്മുടെ ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം, ആ തങ്ങളുടെ വളർത്തുമ്മയുടെ ചരിത്രം, അത് നമ്മൾ ഒരു മുഅ്മിനായ മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് ഇത് പൂർണ്ണമായും നിങ്ങൾ കേൾക്കണം. പ്രത്യേകിച്ച് എന്റെ സഹോദരിമാർ ഈ ചരിത്രം എന്തായാലും കേട്ടിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇത് ഓൺ ചെയ്ത് വെച്ച് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാം. അതല്ലാതെ അതിന് പ്രത്യേകം സമയമില്ല എന്ന് കരുതി മാറ്റിവെച്ചാൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെയുള്ള ചരിത്രങ്ങളോ അതുപോലെ ദീനി വിജ്ഞാനങ്ങളോ പഠിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരും. കാരണം എല്ലാവർക്കും തിരക്കാണ്. അതുകൊണ്ട് തിരക്കുകളൊക്കെ തിരക്കുകളെല്ലാം മാറ്റിവെച്ചിട്ട് നമുക്ക് ഒരു കാര്യം കേൾക്കാമെന്നോ പഠിക്കാമെന്നോ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതുപോലെ തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാലും അത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ തിരക്കിനിടയിലൂടെ തന്നെ ഈ അറിവുകളൊക്കെ നേടിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, സഹോദരിമാരോട്, എൻ്റെ ഉപ്പമാരോട്, സഹോദരന്മാരോട് എല്ലാം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഏത് ജോലിയിലായിരുന്നാലും ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഓൺ ചെയ്ത് വെച്ച് കേട്ടുകൊണ്ട് ആ ജോലി ചെയ്യുക. അപ്പോൾ ചരിത്രം പഠിക്കുകയും കേൾക്കുകയും ചെയ്യാം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും ഹലീമ ബീബിയോടുമൊക്കെ ഒരു സ്നേഹവും ബഹുമാനവും വർദ്ധിക്കാനും നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ സ്ഫുരിക്കാനും വർദ്ധിക്കാനും അതൊക്കെ ഒരു കാരണമാകും. അല്ലാഹു അതൊക്കെ അതിനുള്ള കാരണമാക്കി തെരുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരും പൂർണ്ണമായും ഈ ചരിത്രം കേൾക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. മഹദിയായ ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹ മക്കയിൽ നിന്ന് 70 കിലോമീറ്റർ അകലത്തിൽ ബനൂ സഅദ് ഗ്രാമം. ആ ഗ്രാമവാസികൾ മിക്കവരും ദരിദ്രരാണ്. ആടുകളെ മേച്ചും സമ്പന്നരുടെ ശിശുക്കൾക്ക് മുലയൂട്ടിയും നിത്യജീവിതത്തിനുള്ള വഴി കണ്ടെത്തുന്നവരാണ് അവർ. ബനൂ സഅദ് ഗോത്രത്തിലെ അബൂ ദുഐബ് എന്നവരുടെ പുത്രിയാണ് ഹലീമ എന്നവർ. ഹലീമയ്ക്ക് ഒരു മുല കുടിക്കുന്ന കുഞ്ഞുണ്ട്. ഒരു വറുതിക്കാലം പച്ചില തളിർക്കാതെ, ആടുകൾക്ക് തീറ്റ കിട്ടാതെ, കറവ വറ്റി മെലിഞ്ഞൊട്ടി, ഒട്ടകങ്ങൾക്കും കഴുതകൾക്കും കൊടും പട്ടിണി, വരുമാന മാർഗം നിലച്ചപ്പോൾ ഗ്രാമമാകെ പട്ടിണിയിലായി. അങ്ങകലെ മക്കയിൽ സമ്പന്നർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാൻ മറ്റ് സ്ത്രീകളെ ഏൽപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു. പട്ടിണിയിൽ നിന്ന് മുക്തി ലഭിക്കാൻ മക്കയിൽ ചെന്ന് കുട്ടികൾക്ക് മുല കൊടുക്കാൻ ഏറ്റുവാങ്ങാൻ അവരിൽ ചില സ്ത്രീകൾ കൂടിയാലോചിച്ചു. അവരുടെ ഭർത്താക്കന്മാരും അതിനെ പ്രോത്സാഹിപ്പിച്ചു. കാരണം പലരുടെയും വീടുകളിൽ പട്ടിണിയാണ്. ഹലീമ റളിയല്ലാഹു അൻഹ പാവപ്പെട്ട നിഷ്കളങ്കയായ ഒരു സ്ത്രീയാണ്. അവരും ഭർത്താവിനോട് ചോദിച്ചു, നമുക്കും പോയാലോ? ദീർഘദൂര യാത്ര ചെയ്യണം. നമ്മുടെ കഴുതയ്ക്ക് അത്രയും ദൂരം താങ്ങാനാവുമോ? പോയി നോക്കാം. ഒരു ചെറു ശമ്പളത്തിന് ഒരു കുഞ്ഞിനെ നമുക്കും ലഭിച്ചാൽ നമ്മുടെ പട്ടിണി മാറുമല്ലോ. തന്റെ കുഞ്ഞ് അബ്ദുള്ളയ്ക്ക് കുടിക്കാനുള്ള പാൽ തന്റെ സ്ഥലത്തിലുണ്ടാവാറില്ല. അപ്പോൾ മറ്റൊരു കുട്ടിക്ക് കൂടി എങ്ങനെ മുലപ്പാൽ നൽകും? വിശപ്പടക്കാത്തതിനാൽ ക്ഷീണിച്ച് കവിളൊട്ടിയ തന്റെ മുഖം കണ്ടാൽ അഭിമാനികളായ അറബികൾ അവരുടെ കുഞ്ഞിനെ തന്നെ ഏൽപ്പിക്കുമോ? ഏതൊരു മാതാപിതാക്കൾക്കും അവരുടെ കുഞ്ഞ് ആരോഗ്യത്തോടെ വളരണമെന്ന് ആഗ്രഹിക്കില്ലേ? ഒന്നുമില്ലാതെ വെറും കൈയോടെ തിരിച്ചു പോരേണ്ടി വരുമോ? ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. പോയി നോക്കാം. ഭർത്താവ് ഹാരിസ് ഭാര്യയെ ആശ്വസിപ്പിച്ചു. നമുക്ക് പോയി നോക്കാം, അള്ളാഹു കണക്കാക്കിയതുപോലെ ഇരിക്കും. പിറ്റേന്ന് പുലർച്ചെ യാത്രാ സംഘത്തോടൊപ്പം
ഹലീമയും ഭർത്താവും ഒരു മെലിഞ്ഞൊട്ടിയ ഒട്ടകത്തെയും അതുപോലത്തെ ഒരു കോവർ കഴുതയെയും വാഹനമാക്കി പുറപ്പെട്ടു. യാത്രാ സംഘത്തിലെ മൃഗങ്ങൾക്കൊപ്പം നടക്കാൻ പട്ടിണി കിടന്ന് മെലിഞ്ഞൊട്ടിയ ഹലീമയുടെ ഒട്ടകത്തിന് കഴിഞ്ഞില്ല. വേച്ച് നടന്നു, ഇടയ്ക്കിടയ്ക്ക് തളർന്നിരുന്നു. ആ മൃഗം തന്റെ യജമാനരെയും വഹിച്ച് മക്ക ലക്ഷ്യമാക്കി നടന്നു. അനുസരണക്കേട് കാണിച്ചില്ല, കൂട്ടാക്കാതിരുന്നില്ല. കാരണം അതിനും അറിയായിരിക്കും താൻ എന്ത് ത്യാഗം സഹിച്ചാണ് അങ്ങോട്ട് പോകുന്നതെങ്കിലും തിരിച്ചു പോരുമ്പോൾ മക്കയിലെ മുത്ത് തന്റെ പുറത്തായിരിക്കുമെന്ന്. ഹലീമയ്ക്കൊപ്പം ഇറങ്ങിയവർ മക്കയിലെത്തി. അവർക്ക് കുഞ്ഞുങ്ങളെ ലഭിച്ചു. സമ്പന്നരുടെ മക്കളെ എല്ലാം അവർ ഏറ്റെടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹലീമ എത്തുന്നത്. ഇനി ഇവിടെ അങ്ങനെ കുഞ്ഞുങ്ങളില്ല. എന്നാലും പിതാവില്ലാത്ത ഒരു കുഞ്ഞുണ്ട്, അബ്ദുള്ളയുടെയും ആമിനയുടെയും മകൻ. അങ്ങോട്ടാരും എത്തിയിട്ടില്ല. കാരണം ഉപ്പയില്ലാത്തതല്ലേ എന്ന് അന്വേഷണത്തിൽ അറിഞ്ഞു. ഹലീമയും ഭർത്താവും ചിന്തിച്ചു, വെറും കയ്യോടെ മടങ്ങേണ്ട, നമുക്കും പോയി നോക്കാം. അവർ ആമിനയുടെ വസതിയിലേക്ക് നടന്നു. ആമിന ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് ആദ്യമേ അശരീരി ഉണ്ടായിരുന്നു. തന്റെ കുഞ്ഞിനെ മുലയൂട്ടാൻ ബനൂ സഅദിൽ നിന്ന് ദുഐബിന്റെ മകൾ ഹലീമ വരും. ഹലീമ ആമിന വസതിയിൽ എത്തിച്ചേരുന്നു. ഞാൻ ബനൂ സഅദ് ഗോത്രക്കാരിയാണ്, എന്റെ പേര് ഹലീമ. ആമിന റളിയല്ലാഹു അൻഹ ചോദിച്ചു, നിങ്ങളാണോ ഹലീമ? എനിക്കറിയാമായിരുന്നു നിങ്ങൾ വരുമെന്ന്. ഹലീമ കുഞ്ഞിനെ കണ്ടു. മാതാവിന്റെ ചാരത്തിരിക്കുന്ന കുഞ്ഞിനെ ഒറ്റ നോട്ടത്തിൽ ഒരു അസാധാരണ കുഞ്ഞാണെന്ന് ഹലീമയ്ക്ക് തോന്നി. ആ മുഖപ്രഭ ഹലീമയെ ആകർഷിപ്പിച്ചു. തനിക്ക് ഈ കുഞ്ഞു മതി. ഹലീമ ഉറപ്പിച്ചു. ആമിന കുഞ്ഞിനെ നന്നായി ശ്രദ്ധിക്കണമെന്ന വസിയത്തോടെ ഹലീമയ്ക്ക് കൈമാറി. ഹലീമ ഇരു കൈകൾ നീട്ടി ഏറ്റുവാങ്ങി. ഹലീമ കുഞ്ഞിനെ എടുത്തതോടെ തന്നെ സ്വയം ഒരു നവോന്മേഷം ലഭിച്ചതുപോലെ തോന്നി. അവരാ തങ്കക്കുടത്തെ മാറോടണച്ചു. യാത്ര തിരിക്കാൻ ഒരുങ്ങി. മടക്കയാത്ര അവർ ഒട്ടകപ്പുറത്ത് കയറി. ഒട്ടകം അനുസരണയോടെ ചുമലിൽ വഹിച്ചു. ബനൂ സഅദ് ലക്ഷ്യം വെച്ച് വാഹനം നടന്നു. ഒട്ടകം അതിവേഗം നടക്കുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ വേച്ച് നടന്ന മൃഗത്തിന് ചുറുചുറുക്കുള്ള യൗവനം തിരിച്ചു കിട്ടിയതുപോലെ ഒരു ക്ഷീണവുമില്ല. തന്റെ സഹയാത്രികരുടെ സംഘത്തെ ആ ഒട്ടകം പിന്നിലാക്കി. ഇടയ്ക്ക് യജമാനർക്ക് ആവശ്യമായ പാൽ ചുരത്തിക്കൊടുത്തു. ഒട്ടകത്തിന് എന്താവേശം! ഹലീമയുടെ സഹയാത്രികർ അത്യത്ഭുതത്തോടെ പരസ്പരം പറഞ്ഞു, ഹലീമയുടെ ഒട്ടകത്തിന് എന്തോ പറ്റിയിട്ടുണ്ട്. നിൽക്കൂ ഹലീമ, ഞങ്ങളും വരുന്നു എന്നവർക്ക് പറയേണ്ടി വന്നു. നേരത്തെ ഹലീമ പിന്നിൽ, ഇപ്പോൾ ഹലീമ മുന്നിൽ. കാരണം എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട് ആ ഒട്ടകപ്പുറത്ത്. ഹലീമയുടെ വീട്ടിൽ അവർ എത്തിച്ചേരുകയാണ്. ഉമ്മയും ഉപ്പയും വരുന്നത് കണ്ടപ്പോൾ ഹലീമയുടെ മറ്റു മക്കൾ ആവേശത്തോടെ ഓടിക്കൂടി. ഉമ്മയുടെ മടിത്തട്ടിലെ കുഞ്ഞുമോനെ അവർ ആകാംക്ഷയോടെ നോക്കി. ഹലീമ കുഞ്ഞിന് തന്റെ വലത് സ്തനം വായിൽ വെച്ചു കൊടുത്തു. അത്ഭുതം, കുഞ്ഞിന് ധാരാളം പാൽ ലഭിച്ചു. ഹലീമയ്ക്ക് അതും അത്ഭുതമായി. ശേഷം സ്വന്തം കുഞ്ഞിനും പാൽ നൽകി. ഇത്ര പാൽ തന്റെ സ്ഥലത്തിലുണ്ടായോ? പൊന്നുമോൻ അവിടെ വളർന്നു. ഹലീമയുടെ ആടുകൾക്ക് പട്ടിണിയില്ല. അവയെല്ലാം വയറ് നിറച്ച് മേഞ്ഞ് വന്നു. ധാരാളം പാൽ യജമാനർക്ക് നൽകി. ഹലീമയുടെ വീട്ടിൽ സമൃദ്ധിയുടെ നാളുകളാണ്. വൃക്ഷങ്ങൾ, സസ്യങ്ങൾ, പരിസരങ്ങൾ തളിർക്കാൻ തുടങ്ങി. അവ ഭക്ഷിച്ച് മൃഗങ്ങൾ തടിച്ചു കൊഴുത്തു. ഹലീമയുടെ അയൽവാസികൾക്കും ആ ഗുണം കിട്ടിക്കൊണ്ടിരുന്നു. ഈ കുഞ്ഞ് ഒരത്ഭുതം തന്നെ. ഈ കുഞ്ഞ് വന്നത് മുതൽ ഒരു കസ്തൂരി ഗന്ധമാണ് അവിടെയെല്ലാം. ഹലീമ കുഞ്ഞിനെ മുഖത്തു നോക്കിയിരിക്കും. ഹലീമ കുഞ്ഞിന്റെ മുഖത്തു നോക്കി അങ്ങനെ ഇരിക്കും. ആ വദനപ്രഭയിൽ ആനന്ദം കൊള്ളും. രണ്ട് മുലയും കുഞ്ഞു കുടിക്കാറില്ല. വലത്തെ മുലപ്പാൽ മാത്രം കുടിക്കും. മറ്റേത് ഹലീമയുടെ മകൻ അബ്ദുള്ളയ്ക്ക് വേണ്ടി ഒഴിച്ചിട്ട് കൊടുക്കുമായിരുന്നു ഈ കുഞ്ഞ്. ഹലീമയ്ക്ക് ഉനൈസ എന്നൊരു മകളുണ്ട്. ഷൈമ എന്നവളെ വീട്ടിൽ വിളിക്കും. ഷൈമമോൾ കുഞ്ഞിനെ അഥവാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാരിയെടുത്ത് തോളിലേറ്റും. പാട്ടുപാടി ഉറക്കും, ലാളിക്കും, ഓമനിക്കും. ബദറൊളി പോലത്തെ കുഞ്ഞിനെ ഹലീമയുടെ മക്കൾ അതിരറ്റ് സ്നേഹിച്ചു. ഷൈമ കുഞ്ഞിനെ നിലത്ത് വെക്കാതെ നോക്കും. മോനെയും കൊണ്ട് കൺമറയത്ത് പോകരുതെന്നും വെയിൽ തട്ടിക്കരുതെന്നും ഒക്കെ ഉമ്മ ഇടയ്ക്കിടെ പറഞ്ഞു കൊടുക്കും.
ഒരിക്കൽ കുഞ്ഞിനെയും കൊണ്ട് ഷൈമ കളിക്കാൻ പോയി. നട്ടുച്ച നേരത്താണത്. ഷൈമ തന്റെ മുന്നിൽ നട്ടുച്ച വെയിൽ കണ്ടില്ല. ഷൈമ മോൾ ലേശം അകലെയായി. ഉമ്മ തിരിഞ്ഞപ്പോൾ കണ്ടില്ല. ഷൈമ, ഷൈമ. ഉമ്മ ഉറക്കെ വിളിച്ചു, വിളി കേൾക്കുന്നില്ല. ഹലീമ ഭയന്ന് മുറ്റത്തിറങ്ങി വിളിച്ചു, ഞാൻ ഇവിടെയുണ്ട് ഉമ്മ. ഹലീമ ഷൈമയോട് ദേഷ്യപ്പെട്ടു, ഈ വെയിലത്താണോ മോനെയും കൊണ്ട് കളിക്കാൻ പോയത്? ഷൈമ പറഞ്ഞു, വെയിലോ? വെയിലില്ല ഉമ്മ, മുകളിലേക്ക് നോക്കൂ, കാർമേഘം കണ്ടില്ലേ? ഈ കുഞ്ഞിനെയും കൊണ്ട് എവിടെ നടന്നാലും ആ മേഘം ഞങ്ങൾക്ക് തണൽ തരുന്നുണ്ടുമ്മ. ഹലീമയും കണ്ടു, കുഞ്ഞിന് കുട ചൂടി കൊടുക്കും പോലെ സൂര്യപ്രകാശത്തിൽ നിന്ന് തന്റെ കുഞ്ഞിനൊപ്പം നീങ്ങുന്ന കാർമേഘം. കുഞ്ഞ് വളർന്നു വരികയാണ്, അനുസരണയുള്ള കുഞ്ഞായി വളരുന്നു. മുഹമ്മദ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന പരാതിയൊന്നും മറ്റു കുട്ടികൾക്കില്ല. ശുണ്ഠി പിടിച്ചില്ല. നാളുകൾ അല്ലലും അലട്ടലുമില്ലാതെ കഴിഞ്ഞു. ഹലീമയുടെ കുടുംബം ഈ കുഞ്ഞിനാൽ അതീവ സന്തോഷത്തിലായി, സുഭിക്ഷമായി അങ്ങനെ കഴിഞ്ഞു. കുഞ്ഞിന്റെ വല്യപ്പ അബ്ദുൽ മുത്തലിബ് ഇടയ്ക്കിടയ്ക്ക് ധാരാളം സമ്മാനങ്ങളുമായി കുഞ്ഞിനെ കാണാൻ വരും. മക്കയിലെ പ്രമാണിയായ അബ്ദുൽ മുത്തലിബ് തന്റെ കൊച്ചു ഭവനത്തിൽ വരുന്നത് ഹലീമയ്ക്ക് അഭിമാനമായിരുന്നു. നാളുകൾ എത്ര പെട്ടെന്നാണ് നീങ്ങിയത്. കുഞ്ഞിന് 2 വയസ്സാകുന്നു. 2 വയസ്സായാൽ മുലകൊടി നിർത്താറാണ് പതിവ്. പിന്നെ കുഞ്ഞുങ്ങളെ തിരിച്ചേൽപ്പിക്കലും. തങ്ങൾക്ക് ഈ തങ്കക്കുടത്തെ കണ്ട് കൊതി തീർന്നിട്ടില്ല. ഓമനത്വം ആസ്വദിച്ച് എങ്ങും എത്തിയില്ല. ഷൈമ മോൾക്ക് കളിപ്പിച്ച് കിന്നാരം പറഞ്ഞ് മതിയായിട്ടില്ല. ആ ദിനങ്ങൾ അടുക്കുന്നു എന്നത് ചിന്തിക്കുമ്പോൾ വീട്ടുകാരുടെ മുഖവും മനവും വിഷമിച്ചു. ഈ കുഞ്ഞിനെ എങ്ങനെ പിരിയും? ഹലീമ ചിന്തിക്കും. താനൊരു ശമ്പളക്കാരിയാണ്, മറ്റു മാതാപിതാക്കളുടെ കുഞ്ഞാണ്. താൻ ആശിച്ചിട്ട് എന്ത് കാര്യം? തന്റെ മകൾ ഷൈമ സമ്മതിക്കുമോ ഈ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാൻ? ഹലീമ ദുഃഖിച്ചു. വീട് മൂകമായ ദിനങ്ങളാണ്. ഷൈമ കുഞ്ഞിനെ നിലത്ത് വെക്കാതെ യാത്രയാക്കും വരെയുള്ള ദിവസങ്ങളിലും ഓമനിച്ചു വളർത്തി. തിരിച്ചേൽപ്പിക്കേണ്ട ദിവസമായി. ഹാരിസ്, ഹലീമയുടെ ഭർത്താവായ ഹാരിസ് ഒരുപാട് ദുഃഖിച്ചു. കുഞ്ഞു പോവുകയാണ്. ആ ബദറുളി കസ്തൂരി ഗന്ധം നമ്മുടെ വീട്ടിൽ നിന്ന് നീങ്ങുകയാണ്. എല്ലാ ഐശ്വര്യവും തന്ന കുഞ്ഞാണ്. ഹലീമ സങ്കടപ്പെടുകയാണ്, യാത്രയ്ക്കൊരുങ്ങുകയാണ്. ഷൈമ മോൾക്ക് താങ്ങാനാവുന്നില്ല. കുഞ്ഞ് തന്റെ തോളിലാണ്. അയൽവാസികളും യാത്രയാക്കാൻ വന്നിരിക്കുന്നു. കൂടെ മുല കുടിച്ച ലമ്രത്തിനും 2 വയസ്സ്. ആ 2 വയസ്സുകാരനും സങ്കടപ്പെടുകയാണ്. ചങ്ങാതി പോകുന്നതിൽ വിഷമിക്കുകയാണ്. ഹലീമയ്ക്ക് ഇറങ്ങാറായി. കുഞ്ഞിനെ ഷൈമയിൽ നിന്ന് വാങ്ങാൻ കൈനീട്ടി. ഷൈമയുടെ കണ്ണീർ കമിഴ്ത്തടത്തിൽ കൂടി ഒഴുകി. 1000 ചുംബനം നൽകി. മകളെ ആശ്വസിപ്പിക്കാൻ ഹലീമ പറഞ്ഞു, ഞാൻ കുഞ്ഞിനെ അവിടെ കാണിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. ഇത് കേട്ട ഷൈമയുടെ കണ്ണുകൾ വിടർന്നു. കുഞ്ഞിനെ കൊടുത്തു. ഹലീമ കുഞ്ഞിനെയും കൊണ്ട് മണൽ ഭൂമി താണ്ടി. മകളോട് പറഞ്ഞ വാക്ക് പാലിക്കാനാകുമോ? ആമിനയുടെ വസതിയിൽ എത്തിച്ചേർന്നു. ഹലീമ തന്റെ കുഞ്ഞിനെയും കൊണ്ടുവരുന്നു. ആമിന ഓടിച്ചെന്ന് കുഞ്ഞിനെ വാരിയെടുത്തു. നന്നായിരിക്കുന്നു. തുരുതരാ ചുംബിച്ചു. ഹലീമ ആ കാഴ്ച നിലകണ്ണുകളോടെ നോക്കി നിന്നു. ആമിന ക്ഷേമകാര്യങ്ങൾ അന്വേഷിച്ചു. ഹലീമ പറഞ്ഞു കൊടുത്തു. അത്ഭുതങ്ങളൊക്കെ വിവരിച്ചു കൊടുത്തു. അന്ന് മക്കയിൽ ഒരു പകർച്ചവ്യാധി ചിലരെ ബാധിച്ചിരുന്നു. ഹലീമ പതുക്കെ പറഞ്ഞു തുടങ്ങി, ഇവിടെ എന്തോ പകർച്ചവ്യാധി പകർന്നെന്ന് കേട്ടു. ഞങ്ങളുടെ നാട്ടിൽ കുഞ്ഞിന് പറ്റിയ അന്തരീക്ഷമാണ്. അവിടുന്ന് അനുവദിക്കുകയാണെങ്കിൽ കുറച്ചു കാലം കൂടി കുഞ്ഞിനെ എനിക്ക് തരിക. ആമിന ബീബി റളിയല്ലാഹു അൻഹ അബ്ദുൽ മുത്തലിബിനോട് ചർച്ച ചെയ്തു. അബ്ദുൽ മുത്തലിബ് ചില്ലറക്കാരനല്ല, നാട്ടുപ്രമാണിയാണ്, ഖുറൈശി നേതാവാണ്, കഅബാലയത്തിന്റെ സൂക്ഷിപ്പുകാരനാണ്. അബ്രഹത്ത് ആനപ്പടയോടെ കഅബാലയം പൊളിക്കാൻ വന്ന ചരിത്രം പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫീൽ വിവരിക്കുന്നു. അബ്രഹത്ത് സർവസന്നാഹത്തോടെയായിരുന്നു പുറപ്പെട്ടത്. കഅബാലയത്തിന്റെ സൂക്ഷിപ്പുകാരനായ അബ്ദുൽ മുത്തലിബിനെ അപ്രകാരം തിരിച്ചടിക്കാനുള്ള ശക്തിയുണ്ടായിരുന്നില്ല. ആനപ്പടയായിരുന്നു അത്. സൈന്യമെത്തും മുമ്പ് അബ്ദുൽ മുത്തലിബ് കഅബത്തിൽ ചെന്ന് 2 കൈകൾ ഉയർത്തി അല്ലാഹുവിനോട് തേടി, കഅബയുടെ നാഥ, അബ്രഹത്തിനെയും സൈന്യത്തെയും തുരത്താൻ എനിക്ക് കഴിവില്ല. അതിനാൽ നിന്റെ ഈ പരിശുദ്ധ ഭവനത്തെ നീ തന്നെ സംരക്ഷിക്കണമേ. അബ്ദുൽ മുത്തലിബ് ദുആ രക്കുകയാണ്.
അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു. അബ്രഹത്തും സൈന്യവും കഅബയ്ക്കരികിൽ എത്തും മുമ്പേ അള്ളാഹു ഒരു കൂട്ടം ചെറുപക്ഷികളെ അയച്ചു. ആ പക്ഷികൾ ആകാശത്തു നിന്ന് ഈ സൈന്യത്തിലേക്ക് തീമഴ തന്നെ ചൊരിഞ്ഞു. തീയിൽ ചുട്ടുപഴുത്ത ഒരുതരം കല്ല് ആ പക്ഷികൾ താഴോട്ടും തൊടുത്തു. ആ സൈന്യം ഭക്ഷിക്കപ്പെട്ട വൈക്കോൽ പോലെ ചത്ത് നശിച്ചു വീണു. ഇത് അബ്ദുൽ മുത്തലിബിന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചതിനാലാണ്. തന്റെ പേരക്കുട്ടിയെ കഅബാലയത്തിൽ കൊണ്ടുപോയതും മുഹമ്മദ് എന്ന പേര് വിളിച്ചതും അബ്ദുൽ മുത്തലിബാണ്. ആമിന അബ്ദുൽ മുത്തലിബിനോട് ഹലീമ പറഞ്ഞ പ്രകാരം പറഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബ് അനുവാദം കൊടുത്തു. ഹലീമയുടെ സന്തോഷത്തിന് എതിരില്ല, ഹലീമയുടെ സന്തോഷത്തിന് അതിരില്ല. അങ്ങകലെ തന്റെ മടക്കം കാത്തിരിക്കുന്നവർക്കും അതിരില്ലാത്ത സന്തോഷമാകും. ഹലീമ കുഞ്ഞിനെയും എടുത്ത് വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു. യാത്രയിൽ പല അത്ഭുതങ്ങളും ഉണ്ടായി. വഴിയിൽ വിശ്രമിക്കാനിരുന്നപ്പോൾ പലരും കുഞ്ഞിന് ചുറ്റും കൂടി. അവരിലെ ജ്യോത്സ്യന്മാർ ഇത് സാധാരണ കുഞ്ഞല്ലെന്ന് തറപ്പിച്ചു പറഞ്ഞു. ഹലീമ ഭയപ്പെട്ടു. അവർ കുഞ്ഞിനെയും കൊണ്ട് വേഗം നാട്ടിലേക്ക് തിരിച്ചു. ഉമ്മ വരുന്നു, ഒപ്പം കുഞ്ഞുമില്ലേ എന്ന് ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന ഷൈമമോൾ, ഹാരിസ്, ലംറത്ത്, മറ്റയൽവാസികൾ ഉമ്മയുടെ കയ്യിൽ കുഞ്ഞിനെ കണ്ട് എല്ലാവരും സന്തോഷിച്ചു. ഷൈമമോൾ ആവേശത്തോടെ ഏറ്റുവാങ്ങി തോളിലിട്ടു. 1000 മുത്തം കൊടുത്തു. ഷൈമൈത്താത്തിയുടെ കയ്യിലിരുന്ന് മുത്തുമോൻ പുഞ്ചിരിച്ചു. പ്രകാശവും കസ്തൂരി ഗന്ധവും വീണ്ടും അവിടെ പരന്നു. ആ വീട്ടിൽ സന്തോഷം കളിയാടി. പട്ടിണിയും ദുരിതവുമില്ലാത്ത നാളുകൾ തുടർന്നു. കുഞ്ഞുമോൻ കളിക്കാൻ പോകും, കുഞ്ഞിനൊപ്പം മേഘവും പോകും. ലംറത്ത് എന്ന മുലകുടി സഹോദരനുമൊത്ത് ഒരിക്കൽ കളിക്കാൻ പോയി. അപ്പോൾ വെള്ളവസ്ത്രധാരികളായ 3 പേർ വന്നു. കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി. ലംറത്ത് എന്ന പിഞ്ചു കുഞ്ഞ് രംഗം കണ്ട് ഭയന്ന് വിറച്ച് വീട്ടിലേക്ക് ഓടി. ഉമ്മാ ഉമ്മാ, എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നാ വിളി കേട്ടാൽ അറിയാം. ഹലീമ അകത്ത് ചെന്ന് പുറത്തേക്ക് ഓടി. ഹലീമ അകത്തു നിന്ന് പുറത്തേക്ക് ഓടി. എന്താ മോനെ, മുഹമ്മദ് എവിടെ? ഉമ്മ, അതാ ആരൊക്കെയോ വന്ന് നമ്മുടെ മുഹമ്മദിനെ പിടിച്ചു കൊണ്ടുപോയി. ഹലീമയ്ക്ക് തന്റെ കാൽ തളരുന്നത് പോലെ തോന്നി. ശക്തി സംഭരിച്ചുകൊണ്ട് ഹലീമ ബീവി പുറത്തേക്ക് ഓടി. മോനെ, എന്റെ മോനെ എന്ന് വിളിച്ചുകൊണ്ട് കുറച്ചകലെ അതാ ഇരിക്കുന്നു തന്റെ കുഞ്ഞുമോൻ. ഹലീമ ഓടി അരികിലെത്തി. മോനെ എന്ന് വിളിച്ചു വാരിയെടുത്തു. അൽഹംദുലില്ലാഹ്. മോനെ, എന്താ പറ്റിയത്? തിരിച്ചു ധൃതിയിൽ നടക്കുന്നതിനിടെ ഹലീമ ചോദിച്ചു, എന്താ മോനെ പറ്റിയത്? നിനക്ക് വല്ലതും സംഭവിച്ചോ? ആരാ നിന്നെ എടുത്തുകൊണ്ടുപോയത്? ഇതൊക്കെ ചോദിച്ചപ്പോ അതാ ഉമ്മയുടെ മുഖത്തെ ആ ഭയപ്പാടും വിറയിലും കണ്ട് കുഞ്ഞ് പറയാൻ തുടങ്ങി. മുഹമ്മദ് എന്ന ആ കുഞ്ഞ് പറയാൻ തുടങ്ങി, ഉമ്മ പേടിക്കേണ്ട ഉമ്മ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. വെളുത്ത വസ്ത്രം ധരിച്ച 3 ആളുകൾ എന്റെ അടുത്ത് വന്ന് അവർ എന്നെ മലർത്തിക്കിടത്തി. എന്റെ നെഞ്ചീറി എന്തോ എടുത്ത് കഴുകി ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി വെക്കേണ്ട സ്ഥാനത്ത് വെച്ച് മുറിവ് കൂട്ടി അവർ പോവുകയാണ് ചെയ്തത്. എനിക്കൊരു വേദനയും ഉണ്ടായിട്ടില്ല. ഉമ്മ വിഷമിക്കേണ്ടതില്ല. മകന്റെ നെഞ്ചിൽ മുറിവ് തുന്നിയ അടയാളം ഹലീമ കണ്ടു. സംഭവം അറിഞ്ഞ അയൽവാസികൾ ഒത്തുകൂടി. ഹലീമ ഭയപ്പെട്ടു. ചിലരൊക്കെ പറഞ്ഞു, കുഞ്ഞിനെ തിരിച്ചേൽപ്പിക്കലാവും നിനക്ക് നല്ലത്. ഭയപ്പെട്ട ഹലീമയ്ക്കും ഭർത്താവിനും കുഞ്ഞിന്റെ സുരക്ഷിതത്വത്തിൽ ആശങ്കയായി. നിറദുഃഖത്തോടെ അവർ ആ തീരുമാനമെടുത്തു. ഷൈമയ്ക്കും ലംറത്തിനും സഹോദരനെ പിരിയുന്നത് ഓർക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും അപകടം വരുന്നത് ഓർത്ത് അവരും സമ്മതിക്കുകയാണ്. കുഞ്ഞിനൊന്നും വരുത്തരുതേ എന്നെല്ലാവരും അകന്നൊന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. ഹലീമ കുഞ്ഞിനെയും കൂട്ടി വീണ്ടും ആമിനയുടെ വസതിയിലേക്ക് യാത്രയായി. അപ്രതീക്ഷിത വരവിൽ ആമിന ചോദിച്ചു, എന്തുപറ്റി ഹലീമ? എന്തുപറ്റി ഹലീമ? ഹലീമ ഉണ്ടായ സംഭവങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തു. ആമിനയ്ക്കറിയാം തന്റെ കുഞ്ഞ് സാധാരണ കുഞ്ഞല്ലെന്ന്.
ആ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുമ്പോൾ താൻ കണ്ട സ്വപ്നങ്ങളും കാഴ്ചകളും അത്രയ്ക്ക് വലുതായിരുന്നു. ആ സംഭവവും അതിനെ തുടർന്നാകാം ഈ സംഭവം ഇപ്പോൾ ഹലീമ ബീവിയുടെ വീട്ടിൽ വെച്ചുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ടതാകാമെന്ന് ആമിന ബീവി ചിന്തിക്കുകയാണ്. ആമിന ബീവി ഹലീമയെ ആശ്വസിപ്പിച്ചു. ഹലീമ സ്വഗൃഹത്തിലേക്ക് തിരിക്കുമ്പോൾ ആമിന കുറെ സമ്മാനങ്ങളും നൽകി. പൊന്നുമോൻ സമാധാനം നിറഞ്ഞ മുഖത്ത് പുഞ്ചിരിയോടെ യാത്രയാക്കി. ഹലീമയുടെ മനസ്സ് പതറി. താൻ കുഞ്ഞില്ലാതെയാണ് ഇത്തവണ യാത്ര ചെയ്യുന്നത്. എന്തൊരു സന്തോഷമായിരുന്നു തന്റെ വീട്ടിൽ, എന്തൊരു അഭിവൃദ്ധിയായിരുന്നു തന്റെ നാട്ടിൽ. എന്തൊക്കെയാണ് സംഭവിച്ചത്? ആ കുഞ്ഞിനെ നോക്കി ആരെല്ലാം എന്തെല്ലാം പറഞ്ഞു. അവസാന നബിയാണെന്ന് ചില വിശ്വസ്തർ പറഞ്ഞില്ലേ? അങ്ങനെയെങ്കിൽ ഈ സാധുവായ ഹലീമ പാലൂട്ടിയത്, താരാട്ട് പാടി ഉറക്കിയത്, ശൈമോൾ ചാരത്ത് ചേർന്ന് ചുമന്ന് നടന്നത് അവസാന നബിയായിരുന്നോ എങ്കിൽ ഹലീമ ലോകം അറിയപ്പെട്ടവളാകും. അള്ളാഹു എനിക്ക് എന്തൊരു ഭാഗ്യമാണ് തന്നത്. ഹലീമ ഓരോന്നോരോന്ന് ഓർത്തുകൊണ്ട് നാട്ടിലെത്തി. വീട്ടിലാകെ നിശബ്ദതയാണ്. മുഹമ്മദ് എന്ന കുഞ്ഞുമോനില്ലാത്ത വീട്. ഷൈമയ്ക്കും ലംറത്തിനും ഇനി മുഹമ്മദ് എന്ന കൂട്ടുകാരനില്ല. പൊരുത്തപ്പെടാൻ അവർ ഏറെ പാടുപെട്ടു. നാളുകൾ നീങ്ങി, മാസങ്ങൾ, വർഷങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി. ഹലീമ തന്റെ മകന്റെ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരുന്നു. മക്കയിൽ നിന്നുള്ള വിവരങ്ങൾ അവർ അറിഞ്ഞുകൊണ്ടേയിരുന്നു. മുഹമ്മദ് അൽ അമീനായതും യുവാവായ മകൻ നാട്ടുകാരുടെ പ്രശംസാ നായകനായി മാറിയതും ഏറ്റവും വലിയ ധനാഢ്യയായ ഖദീജയെ വിവാഹം കഴിച്ചതും നബുവത്ത് ലഭിച്ചതും നബിയായി മാറിയതും പറഞ്ഞതൊക്കെ പുലർന്നു. പക്ഷേ മുഹമ്മദിന്റെ ദീൻ പലർക്കും പിടിച്ചില്ല. സ്നേഹിച്ചവർ കൈവിട്ടുപോൽ. അവർ അക്രമം അഴിച്ചിട്ടു. വിശ്വാസികളെ പട്ടിണിക്കിട്ടു. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഒരിക്കൽ മുഹമ്മദിനോട് യുദ്ധം ചെയ്യാൻ ബനൂ സഅദ് ഗോത്രക്കാരെയും നിർബന്ധിച്ച് തലവന്മാർ തയ്യാറാക്കി. അവർ എല്ലാവരെയും ഒരുക്കി പറഞ്ഞയക്കുന്നു. ആ സന്നാഹത്തിൽ ഷൈമയും ഉണ്ടായിരുന്നു. ഷൈമയ്ക്കും ഇറങ്ങേണ്ടി വന്നു. തലവന്മാരുടെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ഇറങ്ങേണ്ടി വന്നു. ഒരു സ്ത്രീകളെയും വൃദ്ധരെയും ഒന്നും വീട്ടിൽ നിർത്താതെ ഗ്രാമത്തലവന്മാർ തെളിച്ചു കൊണ്ടുപോയി. യുദ്ധം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും വിജയിച്ചു. ശത്രുക്കൾ പലരും മുസ്ലിങ്ങളുടെ ബന്ധനത്തിലായി. വൻ ജനക്കൂട്ടം യുദ്ധ തടവുകാർക്കരികിലേക്ക് ആരോ ചെന്ന് കയർത്തു. അതൊരു പെണ്ണിനോടായിരുന്നു. ആ സ്ത്രീ ഒച്ചയിട്ടു, നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്നറിയുമോ? ഞാൻ നിങ്ങളുടെ നേതാവ് മുഹമ്മദിന്റെ മുലകുടി ബന്ധത്തിലെ സഹോദരിയാണ്. അകലെയുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടു. അവിടുന്ന് പെട്ടെന്ന് എഴുന്നേറ്റു. ആ സ്ത്രീയെ കൊള്ളച്ചെന്നു. അവൾ പറഞ്ഞു, എന്നെ അറിയുമോ? അവൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, എന്നെ അറിയുമോ? ഞാൻ ഷൈമയാണ്, ഹലീമയുടെ മകൾ ഷൈമ. അങ്ങേ എടുത്ത് നടന്നവളാണ്, താരാട്ടി ഉറക്കിയവളാണ്. സംശയമുണ്ടെങ്കിൽ ഇതാ നോക്കൂ, എന്റെ ചുമരിൽ അന്ന് തോളിലിട്ടപ്പോൾ അങ്ങ് ഒരിക്കൽ എന്നെ കടിച്ചതാണ്. മുലകുടി പ്രായത്തിൽ എടുത്തു നടക്കുന്ന കാലത്ത് കുഞ്ഞ് ഷൈമയുടെ ചുമരിൽ ഒരിക്കൽ കടിക്കുകയും അടയാളം വീടും പ്രകാരം മുറിവുണ്ടാവുകയും ചെയ്തിരുന്നു. നീണ്ട വർഷങ്ങൾക്ക് ശേഷം ഇന്ന് തിരിച്ചറിയാനായി അന്നങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അള്ളാഹു ചെയ്യിപ്പിച്ചതാകാം. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കണ്ടു, അത്യധികം സന്തോഷിച്ചു, ആദരപൂർവ്വം എതിരേറ്റു, കൈപിടിച്ചാനയിച്ചു, ആശ്വസിപ്പിച്ചു. തങ്ങളുടെ ഇരിപ്പിടത്തിലേക്ക് കൈപിടിച്ചാനയിച്ചു. തന്റെ ഷൈമയിത്താത്തയ്ക്ക് അർഹിക്കുന്ന ആദരവ് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിരിപ്പ് വിരിച്ചു കൊടുത്തു. ഇരുവരും നിറ കണ്ണുകളോടെ സംസാരിച്ചു. എന്ത് വേണം ഷൈമയിത്താത്തയ്ക്ക്? നാട്ടിലേക്ക് പോകണോ? ഷൈമ ആഗ്രഹം പറഞ്ഞു, നാട്ടിലേക്ക് പോകണം. നിരവധി സമ്മാനങ്ങൾ കൊടുത്ത് ഷൈമയെ യാത്രയാക്കി. ഹലീമ റളിയല്ലാഹു അൻഹാ വൃദ്ധയായി. ആ കുടുംബം ഇസ്ലാമിലേക്ക് വന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ വിജയത്തിലും സന്തോഷിച്ചു, ദുഃഖത്തിൽ വ്യസനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിച്ചു. നാളുകൾ നീങ്ങി. ഹലീമയ്ക്ക് പ്രായം കൂടി വരുന്നു. തന്റെ പൊന്നുമോൻ വഫാത്തായ വിവരവും അറിഞ്ഞു.
മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോഴും ഹലീമ ബീവി എന്ന ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. ആ പൊന്നുമോനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ വിവരം അറിഞ്ഞിട്ട് ഹലീമ ബീവി കരയുകയാണ്. ആ ഉമ്മ കുറെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു, പൊന്നുമോന് വേണ്ടി പ്രാർത്ഥിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഭരണകാലത്തും ആ ഹലീമ ബീവി മക്കയിൽ വന്നു. ഖലീഫമാർ അവരെ സ്വീകരിച്ചു, ബഹുമാനിച്ചു. അതാ അല്ലാഹുവിന്റെ ഖളാഅ് പ്രകാരമുള്ള വിളിയാളമെത്തി. ഹലീമ ബീവി എന്ന പൊന്നുമ്മയും ഈ ലോകത്തോട് വിട പറയുകയാണ്. ഹലീമ ബീവി എന്ന പൊന്നുമ്മയും വിട പറയുകയാണ്, ഈ ലോകത്തുനിന്ന് വിട പറയുകയാണ്. ലോകം സൃഷ്ടിക്കാൻ കാരണക്കാരനായ കുഞ്ഞിനെ മുലയൂട്ടി വളർത്താൻ ഭാഗ്യം ലഭിച്ച ഹലീമ ബീവി എന്ന ഹലീമ ഉമ്മ എന്ന ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹാ ഈ ലോകത്തോട് വിട പറയുകയാണ്. ഈ സമുദായത്തിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സ്ത്രീയാണ്. ഈ സമുദായത്തിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഉമ്മയാണ് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളർത്തുമ്മയാണ്. ആ വളർത്തുമ്മയാകുന്ന ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഇരു ലോകത്തും വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, മഹദിയായ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ ചരിത്രമാണ് നമ്മൾ കേട്ടത്. ആ മഹദിയുടെ പേരിൽ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ ചരിത്രം കേട്ട് കഴിയുമ്പോൾ ഒരു ഫാത്തിഹ ഓതി എല്ലാവരും ദുആരക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. മഹദിയായ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ ആ മഹദിയോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്കതിന് അത് കാരണമായി, അവരുടെ മേലൊരു ഫാത്തിഹ ഓതുന്നതിന്റെ കാരണമായി അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരു ഫാത്തിഹ ഓതാം. ഇലാ ഹദ്റത്തി ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹാ അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹയുടെ മിസ്ലു സവാബിനെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഹദിയ ചെയ്യുന്നു അല്ലാഹ്. അതുപോലെ തന്നെ അവിടുത്തെ വളർത്തുമ്മയായ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ ഹദ്റത്തിലേക്ക് ഹദിയ ചെയ്യുന്നു അല്ലാഹ്. ആ മഹദിയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റിത്തരണം റഹ്മാനെ. മഹദിയായ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജോലികളിൽ, ബിസിനസ്സുകളിൽ, കുടുംബങ്ങളിലെല്ലാം നീ ബറക്കത്ത് നൽകണം റഹ്മാനെ, അഭിവൃദ്ധി നൽകണം റഹ്മാനെ, ഐശ്വര്യം നൽകണം റഹ്മാനെ. ഒരുപാട് ഉമ്മമാർ, സഹോദരിമാർ പല ആവശ്യങ്ങളും പറഞ്ഞ് ദുആരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. ഒരുപാട് ഉപ്പമാർ, സഹോദരന്മാർ ദുആരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും മഹദിയായ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ. ആ മഹദിയുടെ ചരിത്രം ഞങ്ങൾ പറഞ്ഞതിന്റെ കാരണമായി ആ മഹദിയോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ദുആരക്കണം. നിങ്ങളുടെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തണം, എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് നിങ്ങളോടൊക്കെ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പറഞ്ഞതും കേട്ടതും എല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.